പ്രിയപ്പെട്ട പ്രേക്ഷക സുഹൃത്തുക്കളെ, ഇതാ കൈരളി ന്യൂസ് കുറച്ച് തെളിവുകൾ കൂടി നിങ്ങൾക്ക് മുൻപാകെ വെക്കുകയാണ്. അത് എന്താണ് എന്ന് വെച്ചാൽ, മലയാള സർവകലാശാല ഭൂമി ഇടപാട് കേസിൽ പി.കെ. ഫിറോസിന്റെ വാദങ്ങൾ പൊളിയുകയാണ്. ഭൂമി കണ്ടെത്തിയതും വില നിശ്ചയിച്ചതും UDF സർക്കാർ 2016 ഫെബ്രുവരിയിലാണ്. സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ കെ ജയകുമാർ ഭൂമി ഏറ്റെടുക്കുന്നതിനായി പണം ആവശ്യപ്പെടുന്ന കത്തിന്റെ പകർപ്പാണ് കൈരളി ന്യൂസ് ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ പുറത്തുവിടുന്നത്. PV കുട്ടനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി KT ജലീൽ, P.K. ഫിറോസ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പല കാര്യങ്ങളിൽ അതിലേതാണ് വസ്തുത, ആധികാരികത എന്ന സംശയങ്ങളൊക്കെ ഒരു തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ, കൂടുതൽ കാര്യങ്ങൾ KT ജലീൽ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ, ഇപ്പോഴിതാ കൈരളി ന്യൂസ് പുറത്തുവിടുന്ന ഈ കത്തടക്കമുള്ള ആധികാരിക രേഖകൾ വെച്ചുകൊണ്ട് കൃത്യമായി P.K. ഫിറോസ് പറഞ്ഞ വാദഗതികളൊക്കെ പൊളിയുകയാണ് എന്ന് ഓരോ രേഖകളും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ ക്രമക്കേടാണ് നടത്തിയിട്ടുള്ളത്. അത് LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഭൂമി വാങ്ങി, ആ ഭൂമിയിൽ അവിടെ കെട്ടിട നിർമ്മാണ യോഗ്യമല്ലാത്ത ഭൂമിയാണ് വാങ്ങിയത്. കണ്ടൽക്കാടായിരുന്നു അവിടെ എന്ന തരത്തിലുള്ള ഭൂമി. അതുമാത്രമല്ല, ആ ഭൂമിയുടെ വില താഴ്ത്തി കാണിച്ചാണ്, ഉള്ള വിലയിൽ നിന്നും താഴ്ത്തി വില കുറവായി കാണിച്ചാണ് ആ ഭൂമി വാങ്ങിയത്. അതിലൂടെ, ആ ഒരു ഇടപാടിലൂടെ തന്നെ വലിയ കോടികളുടെ അഴിമതി LDF സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു P.K. ഫിറോസിൻ്റെ വാദഗതി. ഈ കാര്യങ്ങളൊക്കെ P.K. ഫിറോസ കൈ ചൂണ്ടി പറയുമ്പോൾ, ഒരു വിരൽ മറ്റുള്ളവർക്ക് നേരെ ചൂണ്ടുമ്പോൾ 4 വിരലും തനിക്ക് നേരെയാണ് എന്നുള്ള കാര്യം P.K. ഫിറോസ് മറന്നുപോയി എന്നാണ് എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ തോന്നുന്നത്. അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ PV കുട്ടൻ? അതെ വിനിഷ, ഈ മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് P.K. ഫിറോസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉന്നയിക്കുന്ന വാദങ്ങളൊക്കെ പൂർണ്ണമായും തെറ്റാണെന്ന് സ്ഥിരീകരിക്കുന്ന പുതിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, KT ജലീൽ P.K. ഫിറോസിന്റെ അനധികൃത ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടതിന് ശേഷമാണ് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ പല വാദങ്ങളുമായി P.K. ഫിറോസ് രംഗത്ത് വന്നത്. പക്ഷെ ഫിറോസിന്റെ എല്ലാ വാദങ്ങളും പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി 17.21 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ UDF സർക്കാരിന്റെ കാലത്താണ് തീരുമാനിച്ചെന്നുള്ളതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അത് സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ കെ ജയകുമാർ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ KM അബ്രഹാമിന് ഒരു കത്തയച്ചിരുന്നു. ആ കത്തിനകത്താണ് ഈ ഭൂമി ഏറ്റെടുക്കാൻ പണം ആവശ്യപ്പെടുന്നത്. അത് LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെയാണ്, അതായത് UDF സർക്കാരിന്റെ ഭരണകാലത്തായിരുന്നു ഈ കത്തൊക്കെ അയച്ചിരിക്കുന്നത്. ഇതൊക്കെ മറച്ചുവെച്ചാണ് ഭൂമി ഇടപാട് നടത്തിയത് KT ജലീലാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി P.K. ഫിറോസ് ആരോപിക്കുന്നത്. സർവകലാശാലയ്ക്ക് സ്ഥിരം ആസ്ഥാനം പണിയാൻ വെട്ടം വില്ലേജിൽ 6.80 ഏക്കർ വിട്ടു നൽകാൻ ഭൂവുടമകൾ തയ്യാറാണെന്ന് കാണിച്ച് 2014 മെയ് 22-നാണ് ജയകുമാർ ഈ കത്തയക്കുന്നത്. ഈ സ്ഥലം സ്ഥിരം ആസ്ഥാനം നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് ബോധ്യപ്പെട്ടതായും ആൾ താമസമില്ലാത്തതിനാൽ കുടിയൊഴിപ്പിക്കലിന്റെ പ്രശ്നമില്ലെന്നും ഒക്കെ ഈ കത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണത്തിനുള്ള UGC സഹായം ലഭിക്കാൻ ഭൂമി ഏറ്റെടുക്കൽ നടപടി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും സ്ഥലം വാങ്ങാൻ മലപ്പുറം കലക്ടർക്ക് ഉടൻ അനുവാദം നൽകണമെന്നും ജയകുമാർ അഭ്യർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തിന്റെ വില നിർണ്ണയിക്കുന്നത് LDF സർക്കാരിന്റെ കാലത്താണ് എന്നാണ് P.K. ഫിറോസ് ആരോപണമായി ഉന്നയിച്ചത്. പക്ഷെ അതും തെറ്റാണെന്ന് തെളിയുന്നുണ്ട്. 2016 ഫെബ്രുവരി മാസത്തിൽ, അതായത് അന്ന് UDF സർക്കാരിന്റെ ഭരണകാലമാണ്, ആ ഘട്ടത്തിലാണ് ഈ ഭൂമിയുടെ വില നിശ്ചയിക്കുന്നതിന് വേണ്ടി വില നിശ്ചയിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവിട്ടതും. വിനിഷ, ഇതിൽ കെ ജയകുമാറിൻ്റെ കത്തിൽ വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ കുട്ടൻ. ഇപ്പോൾ സമ്മതം അറിയിച്ച 6.80 ഏക്കർ ഭൂമി മലയാള സർവകലാശാലയുടെ സ്ഥിരം ആസ്ഥാനം നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഭൂമിയാണെന്ന് സ്ഥലപരിശോധനയിൽ എനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ആൾതാമസമില്ലാത്തത് കൊണ്ട് കുടിയൊഴിപ്പിക്കലിൻ്റെ പ്രശ്നമില്ല. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമ ലംഘനവും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളതായി തോന്നുന്നില്ല എന്നാണ് കെ ജയകുമാറിൻ്റെ കത്ത്. ഇക്കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത് പ്രധാനമായും P.K. ഫിറോസ്. അവിടെ കണ്ടൽക്കാടുകളാണ്, അപ്പോൾ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിയില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത ഭൂമിയാണ് ഇത്രയ്ക്കും പൈസ കൊടുത്ത് വാങ്ങി അതിലൊരു LDF സർക്കാരിൻ്റെ കാലത്ത് അഴിമതി നടത്തിയിട്ടുള്ളത് എന്നായിരുന്നു മലയാള സർവകലാശാല ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് P.K. ഫിറോസിൻ്റെ ആദ്യവാദം. വിനിഷ, വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഈ കത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഡോക്ടർ ജയകുമാർ പറയുന്നത്, ഈ ഭൂമിയോട് ചേർന്നുള്ള 4.33 ഏക്കർ കൂടി ചേർത്ത് ആകെ 11.13 ഏക്കർ ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട്
2014 ജൂണിൽ മറ്റൊരു കത്ത് കൂടി ഡോക്ടർ ജയകുമാർ അയക്കുന്നുണ്ട്. ഒക്ടോബർ 29 വേറൊരു കത്തിൽ 17.21 ഏക്കർ ആവശ്യമാണെന്ന് പറയുന്നു. ആ കണക്കിനനുസരിച്ചാണ് പിന്നീട് ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്നത്. അതായത് ഈ കത്ത് പരിഗണിച്ചാണ് UDF സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് കിടക്കുന്നത്. അതോടൊപ്പം തന്നെ 2016 ഫെബ്രുവരി 17 മലപ്പുറം കലക്ടറുടെ ചേംബറിൽ ചേർന്ന ജില്ലാ വിലനിർണ്ണയ സമിതി യോഗത്തിലാണ് ഭൂമിയുടെ വില സെന്റിന് 1.7 ലക്ഷം രൂപയായി നിശ്ചയിക്കുന്നത്. ഫെബ്രുവരി 22 നഷ്ടപരിഹാര സാക്ഷ്യപത്രത്തിൽ ഒപ്പിടുകയും ചെയ്യുന്നുണ്ട്. ഈ ഇടപാടുകളൊക്കെ നടക്കുന്നത്, ഈ കത്തിടപാടുകളും ഈ പറയുന്ന ഈ വില നിർണ്ണയമൊക്കെ നടക്കുന്നത് UDF സർക്കാരിന്റെ കാലത്താണ്. പക്ഷെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് PK ഫിറോസ് നിരന്തരമായി ഇതൊക്കെ LDF സർക്കാരാണ് ചെയ്യുന്നത്. KT ജലീൽ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായതിനു ശേഷമാണ് ഇത്തരം ഇടപാടുകളൊക്കെ നടന്നതെന്നുള്ള ഒരു പൊതുസമൂഹത്തിന് പോലും അംഗീകരിക്കാൻ പറ്റാത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിരന്തരമായി ഉന്നയിക്കുന്നു. പക്ഷെ അതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിനിഷ. യെസ്, KT ജലീലിനെ താറടിച്ച് കാണിച്ച അതിലൂടെ LDF സർക്കാരിനെതിരെയുള്ള വാദഗതികളൊക്കെ മുന്നോട്ട് വയ്ക്കാമെന്നായിരുന്നു PK ഫിറോസ് കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ ആ കണക്ക് കൂട്ടലുകളൊക്കെ പൊടിയുന്ന രേഖകളാണ് ഓരോ ദിവസം തോറും വാർത്തയായി നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ട കത്തിൻ്റെ പകർപ്പ് എന്ന് പറയുന്നത് സർവകലാശാല എന്ന VC ആയിരുന്ന ഡോക്ടർ K ജയകുമാർ അയച്ച കത്താണ്. ജയകുമാറിൻ്റെ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അവിടെ അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ ഒരു പ്രശ്നങ്ങളുമില്ല. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമലംഘനങ്ങളൊന്നും അവിടെയില്ല. ഈ ഭൂമി ഏറ്റവും അനുയോജ്യമായി എന്ന് തനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെട്ടതിനാലാണ് ഇത്തരത്തിലൊരു കത്തെഴുതുന്നത് എന്നാണ് K ജയകുമാർ പറഞ്ഞത്. അത്തരത്തിലൊന്നുമല്ല കാര്യങ്ങൾ എന്നായിരുന്നു PK ഫിറോസിൻ്റെ വാദം. ഏതായാലും PV കുട്ടനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വിശദാംശങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരാനിരിക്കുകയാണ്.